ഹായ്. അപ്പോൾ അതാ ഗാർഡനിൽ ഇതാ ഒരു മതിലുണ്ട്. ആ മതിലിൻ്റെ ഈ ഏരിയ ആണ് നമ്മൾ നിധി കുഴിച്ചെടുക്കുന്നത്. അപ്പോൾ ഇത് കുഴിച്ചിട്ട് നമുക്ക് ഇവിടെ ഒരു വലിയ ഗുഹ പോലെ നമുക്ക് കുഴിച്ചെടുക്കണം. അപ്പോൾ അതാണ് നമ്മൾ ആദ്യം ചെയ്തത്. അപ്പോൾ നമ്മുടെ ഗുഹ നമ്മൾ കുഴിച്ചെടുത്തിട്ടുണ്ട്. ഇതേപോലെ ഈ വലിപ്പത്തിൽ നമ്മൾ കുഴിയായിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മണ്ണ്, അതായത് നമ്മൾ ഈ കുഴിയെടുത്ത മണ്ണ് നമുക്ക് അരിച്ചെടുക്കണം. അടുത്ത അരിപ്പയിൽ നമുക്ക് നന്നായിട്ടത് ഈ കല്ലൊക്കെ ഒഴിവാക്കിയിട്ട് അരിച്ചെടുക്കണം. ഇതേപോലെ പൊടിയായിട്ട് നമുക്ക് അരിച്ചെടുക്കാം. അപ്പോൾ അതാ കുറച്ച് മണ്ണ് നമ്മൾ അരിച്ചെടുത്തു, നമ്മൾ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമ്മളൊന്ന് മാറ്റി വെക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ മണ്ണൊന്ന് വെള്ളം ചേർത്ത് കുഴച്ചെടുക്കണം. ഇനി നമുക്ക് ഈ കുഴച്ചെടുത്ത മണ്ണെടുത്ത് ഇതിൻ്റെ, അതായത് ഈ ചളി എടുത്തിട്ട് നമുക്ക് ഇതിൻ്റെ സൈഡിലൂടെ, നമ്മുടെ ഗുഹയുടെ സൈഡിലൂടെ നമുക്ക് ഇതേപോലെ പൊതിഞ്ഞെടുക്കാം. അപ്പോൾ നമ്മുടെ ഗുഹയുടെ സൈഡ് ഭാഗം നമ്മൾ ഇതാ മണ്ണ് പൊതിഞ്ഞ് നമ്മൾ ഇതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. നന്നായിട്ട് അമർത്തിയൊക്കെ നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ അരിച്ചെടുത്ത മണ്ണ് കുറച്ചെടുക്കണം. ഈ അരിച്ചെടുത്ത മണ്ണ് കുറച്ചെടുത്തതിന് ശേഷം നമ്മൾ അതൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട് വെള്ളം ചേർത്ത്. ഇത് നമ്മൾ കുഴച്ചെടുത്ത മണ്ണ് കൊണ്ട് ഈ ഗുഹയുടെ ഉൾഭാഗം നമ്മളൊന്ന് പൊതിഞ്ഞെടുക്കുന്നുണ്ട്. അതായത് ഗുഹയുടെ മേൽഭാഗം, അതേപോലെ അതിൻ്റെ സൈഡ് ഭാഗങ്ങളും. അപ്പോൾ നമ്മുടെ ഗുഹയുടെ ഉള്ളിൽ നമ്മൾ നമ്മുടെ ചളി, അതായത് നമ്മൾ അടിച്ച് പിടിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് മിനുക്കിയെടുക്കണം. അതൊന്ന് ആറിയതിന് ശേഷം അപ്പം ഇനി നമ്മൾ ചളി, ഇതാണ് നമ്മൾ കല്ലൊക്കെ ഉള്ള ചളി തന്നെയാണ്. ഈ ചളി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ കുഴച്ച മണ്ണെടുത്ത് നമ്മുടെ ഗുഹയുടെ അടിഭാഗത്ത്, ഗുഹയുടെ ഉള്ളിൽ നമുക്ക് ഒരു സംഭവം നമുക്ക് റെഡിയാക്കിയെടുക്കണം. അപ്പോൾ ഗുഹയുടെ ഉള്ളിൽ നമ്മൾ കുറച്ച് മണ്ണ് ഉയർത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേപോലെ നമ്മളൊരു മരത്തിൻ്റെ പീസ് നമ്മൾ എടുത്തിട്ട് അതിൻ്റെ ഒരു സൈഡിൽ നമ്മൾ ഇതേപോലെ ഉയർത്തി വെക്കുന്നുണ്ട്. അത് നമുക്കിതിനൊരു തല വേണം, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മരത്തിൻ്റെ പീസ് വെക്കുന്നത്. ഇനി നമുക്ക് ആ മരത്തിൻ്റെ പീസിലും മണ്ണ് കൊണ്ട് പൊതിഞ്ഞെടുക്കാം. ഇപ്പോൾ ഏകദേശം ഒരു രൂപം കിട്ടിയിട്ടുണ്ടാവില്ലേ? അപ്പോൾ അതിൻ്റെ ശരിയായ രൂപമൊക്കെ നമുക്ക് അവസാന ഭാഗങ്ങളിലേക്ക് കാണാം. ഇനി ഇത് നമ്മൾ കുറച്ചുകൂടി, അതായത് നമ്മൾ തരിച്ചെടുത്ത മണ്ണ് എടുക്കുന്നുണ്ട്. അത് വെള്ളം ചേർത്ത് കുഴച്ചെടുത്തതിന് ശേഷം നമുക്കിതിൻ്റെ തലഭാഗം, അതേപോലെ തന്നെ മുഖഭാഗം, അതേപോലെ തന്നെ ഉടൽഭാഗമൊക്കെ ഒന്നുകൂടി പൊതിഞ്ഞ് നന്നായിട്ട് ക്രിയേറ്റ് ചെയ്തെടുക്കണം.
ഇപ്പോൾ ശരിക്കും നമ്മൾ എന്താണ് ക്രിയേറ്റ് ചെയ്തെടുക്കുന്നത് എന്നുള്ള രൂപമൊക്കെ കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ബാക്കി പണികളിലേക്കൊക്കെ പോകാം. ഇനി നമുക്ക് തരിച്ചെടുത്ത മണ്ണ് കുഴച്ചെടുത്തതിന് ശേഷം ഇതിൻ്റെ അതായത് ഗുഹയുടെ ഉൾഭാഗം നമുക്കൊന്ന് മിനുക്കിയെടുക്കണം. അപ്പം ഗുഹയുടെ ഉൾഭാഗം നമ്മൾ മിനുക്കിയെടുത്തു. ഇനി നമുക്ക് വേണ്ടത് സിമൻ്റാണ്. സിമൻറ്റ് മാത്രമാണ്. അത് വെള്ളം ചേർത്ത് നമ്മളൊരു പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കുന്നുണ്ട്. ഇനി നമുക്ക് പേസ്റ്റ് രൂപത്തിലാക്കിയ സിമൻറ്റ് കൊണ്ട് ഈ സിംഹത്തെ മുഴുവനായിട്ടും പൊതിഞ്ഞെടുക്കണം. അപ്പോൾ അതാ സിംഹത്തെ മുഴുവനായിട്ട് നമ്മൾ സിമെൻറ്റിൽ പൊതിഞ്ഞെടുത്തു. ഇനി നമുക്ക് ഈ സിമെൻറ്റ് ഒന്ന് നന്നായിട്ട് മിനുക്കിയെടുക്കണം. അപ്പോൾ അതിന് നമ്മളൊരു പെയിൻറ്റിങ് ബ്രഷ് ഉപയോഗിച്ചിട്ട് നന്നായിട്ട് മിനുക്കിയെടുക്കുന്നുണ്ട്. അതേപോലെ നമുക്കിതിൻ്റെ മുഖമൊക്കെ ഒന്ന് ക്രിയേറ്റ് ചെയ്തെടുക്കണം. അതായത് കണ്ണുകളൊക്കെ കൊടുത്ത് കണ്ണ്, വായ, മൂക്ക് ഒക്കെ കൊടുത്തിട്ട് നമുക്കൊന്ന് ക്രിയേറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അത് നമ്മുടെ ഗുഹക്കുള്ളിലെ സിംഹത്തെ ഒരുവിധം നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് സെറ്റായതിന് ശേഷം വേണം നമുക്ക് ബാക്കി ചെയ്യാൻ. അപ്പോൾ അത് നമ്മുടെ സിമെൻറ്റൊക്കെ നന്നായിട്ട് ഉണങ്ങി സെറ്റായിട്ടുണ്ട്. ഒരു 3-4 ദിവസം നമ്മൾ വെയിറ്റ് ചെയ്തു. ഇനി നമുക്കിത് പെയിൻ്റ് അടിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് നിധി കുഴിച്ചപ്പോൾ കിട്ടിയത്. അപ്പോൾ ഗുഹയിൽ കിടക്കുന്ന ഒരു സിംഹത്തെയാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുത്തത്. അപ്പോൾ സിംഹം എത്രത്തോളം റെഡി ആയിട്ടുണ്ട് എന്നൊന്നും അറിയില്ല, അതൊക്കെ നിങ്ങളാണ് പറയേണ്ടത്. അപ്പോൾ വളരെ എളുപ്പത്തിൽ സിമ്പിളായിട്ട് നമുക്ക് ഗാർഡനിലൊക്കെ ഇതേപോലെ മതിലുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്ന അടിപൊളിയായിട്ടുള്ളൊരു ക്രാഫ്റ്റാണ്. കാര്യമായിട്ട് ഇതിന് നമ്മൾ മണ്ണ് തന്നെയാണ് ഉപയോഗിച്ചത്, നമ്മുടെ പറമ്പിലെ മണ്ണ് തന്നെയാണ് ഉപയോഗിച്ചത്. അല്ലാതെ സിമെൻറ്റ് ഇതിൻ്റെ മുകളിൽ മാത്രം നമ്മൾ സിംഹത്തിന് വേണ്ടി മാത്രമേ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളൂ. അപ്പോൾ അത് നമുക്ക് നന്നായിട്ട് അത് മഴയത്തൊക്കെ അത് നശിച്ചു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സിമെൻറ്റ് മുകളിൽ ഉപയോഗിച്ചത്. അതേപോലെ ഗുഹ നമ്മൾ മണ്ണിൽ തന്നെയാണ് ചെയ്തെടുത്തത്. ഈ ഗുഹ നമുക്ക് പിന്നീട് ഇതെന്തെങ്കിലും കേടൊക്കെ വരികയാണെങ്കിൽ നമുക്ക് വീണ്ടും മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയും. അപ്പോൾ നമ്മുടെ ഗുഹയിൽ കിടക്കുന്ന സിംഹത്തെ അതേപോലെ തന്നെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് കരുതുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ മറ്റുള്ളവരിലേക്കൊക്കെ ഷെയർ എത്തിക്കുക, അതേപോലെ ലൈക്ക് തരിക, അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വ്യത്യസ്തമായ വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ സ്നേഹത്തോടെ ബൈ ബൈ.